പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമെന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യൂദയുടെ പുസ്തകം 21 വാക്യം, ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. നിത്യജീവനായിട്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായും കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ വളരെ അനുഗ്രഹീതമായ ഒരു വചനമാണ്. അപ്പോൾ എന്നെ ഇന്ന് പ്രഭാത ധ്യാനത്തിൽ ബലപ്പെടുത്തിയ ശക്തീകരിച്ച ഒരു വചനം കൂടിയാണ്. ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ കാക്കണം. പലപ്പോഴും നമ്മളിൽ നിന്ന് ദൈവസ്നേഹം കുറഞ്ഞു പോകുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലേ? അത് നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവർത്തികളിൽ, ആരാധനയിൽ, പ്രാർത്ഥനയിൽ, നമ്മുടെ സഭാ ആരാധനയിലൊക്കെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവസ്നേഹം നമ്മൾ കുറഞ്ഞു പോകും. ദൈവസ്നേഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ആരും പ്രോത്സാഹിപ്പിക്കാതെ, ആരും അവർക്ക് വേണ്ട ചിലപ്പോൾ സപ്പോർട്ടൊന്നും കൊടുക്കാതെ, അവർക്ക് വേണ്ട സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാകുമ്പോഴും ദൈവസ്നേഹത്തിലൊരു വ്യക്തി നിറഞ്ഞു നിൽക്കുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? ആഴമായി ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ സാഹചര്യങ്ങളെ നോക്കാതെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തുടരുവാൻ, മുന്നേറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതവേളയിലും പ്രിയപ്പെട്ടവരെ, ആ ദൈവസ്നേഹം നമ്മുടെ അകത്ത് കുറയുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, ആ സ്നേഹത്തിൽ നിറയുവാൻ ഇന്ന് പ്രഭാതം നമ്മളെ ഒന്ന് ഏൽപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ദൈവസ്നേഹത്തിൽ നിറയപ്പെടുമ്പോൾ നമ്മുടെ വീടും, നമ്മളുടെ കൂട്ടായ്മകളും, നമ്മുടെ സഭാരാധനയും, നമ്മൾ കടന്നു പോകുന്ന ഇടങ്ങളും ഒക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി. അപ്പോൾ ദൈവസ്നേഹത്തിലൊരു വ്യക്തി നിറഞ്ഞ് നിൽക്കുമ്പോൾ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാൻ അവനൊരിക്കലും ഇടയാകത്തില്ല. എപ്പോഴും ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ തന്നെ സൂക്ഷിക്കാനിടയാകും. അതുകൊണ്ടാണ് ഇവിടെ ഈ ലേഖനകാരൻ പറയുന്നത്, ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, വചനത്തിനായിട്ട് സ്തോത്രം. കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് ശക്തീകരിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.